ഇപ്പോൾ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡൊന്നും ഇവിടെ വരാൻ പോകണില്ല. കാരണം ഈ മൈഗ്രേഷൻ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഓരോ ഈ വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആഗോളവൽക്കരണം സൃഷ്ടിച്ചിട്ടുള്ള എക്കണോമിക് ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ മൂന്നാംകിട സ്ഥാപനങ്ങളിലേക്ക് മറ്റ് അവികസിത രാജ്യങ്ങളിൽ നിന്ന്, വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ആ പ്രക്രിയ കുറേ കാലം നടന്നു. ഇപ്പം അതിനൊരു റിവേഴ്സലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രതിവിധിയായിട്ടാണ് ഈ വിദ്യാഭ്യാസ കച്ചവടം അവർ നടത്താൻ തയ്യാറായത്. അത് തിരിച്ചറിയാതെ നമ്മുടെ കുറേ കുട്ടികൾ ആ ചതിക്കണിയിൽ വീണു പോവുകയാണ്. കേംബ്രിഡ്ജിലേക്കും ഓക്സ്ഫോർഡിലേക്കും അല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പോകുന്നത്. ധിഷണാശാലികളായിട്ടുള്ള കുട്ടികൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പോകുന്നുണ്ടാവും. അത് പണ്ടും പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേ പേര് പോകുന്നത് പലർക്കും നമ്മുടെ കേരളത്തിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റൊക്കെ ലഭിക്കാത്ത പശ്ചാത്തലത്തിലും കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കേരളീയ സമൂഹത്തിൽ, ഇന്ത്യയിൽ പൊതുവെ അനുഭവപ്പെടുന്ന ഒരു വീർപ്പുമുട്ടലുണ്ട് പുതിയ തലമുറയ്ക്ക്. കാരണം ഈ പഴയ കാലഹരണപ്പെട്ട മൂല്യസഞ്ചയങ്ങളൊക്കെ ഇവിടെ കട്ടകെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ജന്മിത്വത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനാവാത്ത വിധത്തിൽ ഇവിടെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ നമ്മുടെ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ തലമുറ അവർ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയൊക്കെ മറ്റ് രാജ്യങ്ങളിലെ ജീവിതം കണ്ട് അതിൻ്റെ ആഡംബര വശം മാത്രമേ അവർ കാണുന്നുള്ളൂ. അതിൻ്റെ മർദ്ദകമായ വശങ്ങളൊന്നും അവർ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് അത് കണ്ട് അതിൽ അഭിരമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് മാത്രമല്ല, മാതാപിതാക്കളും പൊതുസമൂഹവും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ചില വിലങ്ങുകളും വിലക്കുകളും ഒക്കെ വലിച്ചെറിയണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരും വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിദേശങ്ങളിലേക്ക് കുട്ടികൾ ചേക്കേറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു റിവേഴ്സൽ പ്രക്രിയയാണ്. അത് കുറച്ച് നമുക്ക് ശുഭവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. പിന്നെ കേരളത്തിൽ റിവേഴ്സൽ മൈഗ്രേഷൻ്റെ കുട്ടികളുടെ അതെ, അതിൻ്റെ കണക്ക് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ കേരളത്തിൽ 13.5 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അവർക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നതായ കാര്യം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുകയും അക്കാദമിക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്തണോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൂടി ഇങ്ങോട്ട് ആകർഷിക്കണം എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരന്തരം ഞങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ഇപ്പം തന്നെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകൾ കൂടി തയ്യാറാക്കുകയാണ് നമ്മൾ. 2 വർഷം മുമ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു, കിഫ്ബി പദ്ധതിയിൽ പെടുത്തിയിട്ട്. അപ്പോൾ 250 ഹോസ്റ്റൽ മുറികൾ ഓരോ സർവകലാശാലയിലും പുതുതായിട്ട് തയ്യാറാവും. അതിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഫെസിലിറ്റീസ് അടക്കമുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയൊരു മാറ്റത്തിലേക്ക് തന്നെ നമ്മൾ മൂവ് ചെയ്യാണ്. ഈ സർവകലാശാലകൾ, ഈ വിദേശ സർവകലാശാലകളിൽ നമുക്ക് ടീച്ചർക്ക് വിദേശ സർവകലാശാലകളെ നമ്മൾ ഇതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ അവതരിപ്പിച്ച ഈ ബില്ലിൽ, സ്വകാര്യ സർവകലാശാലകളുടെ ബില്ലിൽ വിദേശ സർവകലാശാലകളില്ല. ഇന്ത്യയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ പ്രധാനമായിട്ടും കേരളത്തിലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പ്രവാസികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ സാധ്യതകൾ നമുക്ക് വിനിയോഗിക്കാം. ഇന്ത്യയിൽ തന്നെ നല്ല പ്രശസ്തിയുള്ള, നല്ല നിലയിൽ അക്കാദമിക് സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഉറപ്പ് കൊടുക്കുന്ന സർവകലാശാലകളുണ്ട്. ഈ ജിൻഡാൽ, അശോക തുടങ്ങിയതൊക്കെ ഉണ്ടല്ലോ. അവര് ആരെങ്കിലും നമ്മളോട് ആരും താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. നമ്മൾ ആരംഭിക്കണല്ലേ ഉള്ളൂ ആ പ്രക്രിയ. ബില്ല് പാസ്സായി, ഇനി അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സൈറ്റിലൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമല്ലോ, അപേക്ഷയൊക്കെ ക്ഷണിക്കാനൊക്കെ. അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അടുത്ത അക്കാദമിക് വർഷത്തിന് മുൻപ് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. ഒന്നുകിൽ അടുത്ത വർഷം, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം. അക്കാദമിക് വർഷത്തിൻ്റെ ആരംഭത്തിൽ വേണ്ടി വരുമല്ലോ.
അപ്പോൾ അത് 26-27 കേരളത്തിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഈ നിലവിലുള്ള ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ടീച്ചർ, അത് പുലർത്തുന്ന ഒരു നിലവാരത്തെ പറ്റി ടീച്ചർ പറഞ്ഞു. ഈ യാതൊരു നിലവാരമൊന്നും ഇല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരിക എന്നുള്ളതിന് അതിനെ നമുക്ക് മോണിറ്റർ യാതൊരു നിലവാരവും ഇല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരേണ്ട കാര്യമില്ല. അത് എന്ത് കാര്യം? അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ബില്ലിനകത്ത്. അതായത് അതിൻ്റെ കൂടെ അപേക്ഷയുടെ കൂടെ വിശദമായിട്ടുള്ള ഒരു DPR സമർപ്പിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ അവരുടെ അക്കാദമിക് സാധ്യതകൾ, അധ്യാപകർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അവർക്ക് ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പശ്ചാത്തലമായിട്ട് നൽകണം. അപ്പോൾ ആ നിലയിൽ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതിനെ അക്കമ്പനി ചെയ്യണം അപേക്ഷയെ. ആ റിപ്പോർട്ട് പരിശോധിച്ച് ഈ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയും അവരുടെ സാധ്യതകളും അവരുടെ പൊട്ടൻഷ്യലും ഒക്കെ വിദഗ്ധർ പരിശോധിച്ചിട്ടേ അനുമതി കൊടുക്കുള്ളൂ. ഒരു വിദഗ്ധ സമിതി പരിശോധിക്കും എന്ന് ബില്ലിൽ പറയുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷ ഭരണമുള്ള കാലത്ത് ഗുണനിലവാരമുള്ള സ്വകാര്യ സർവകലാശാലയെ ഇവിടെ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ അടുത്ത വർഷം വരികയാണെങ്കിൽ, ഈ വർഷം മറ്റ് സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ, അക്കാദമിക് ഇയറിന് മുമ്പ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് വരും. അല്ല, കുറച്ച് കഴിഞ്ഞ് ഡിസംബറൊക്കെ ആവുമെങ്കിൽ നമുക്ക് അടുത്ത വർഷമേ ആരംഭിക്കാൻ പറ്റൂ. അപ്പൊ അടുത്ത ഗവൺമെന്റിന്റെ കാലത്തെ തുടങ്ങാം. ഇടതുപക്ഷത്തിന്റെ സമയത്ത് സ്വകാര്യ സർവകലാശാല നന്നായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഈ കോൺസ്റ്റന്റ് ആയിട്ട് കേൾക്കുന്ന ക്രിറ്റിസിസം. ഇടതുപക്ഷം ഒരു സമയത്ത് എതിർത്തിരുന്നതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ അല്ലെങ്കിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ. പക്ഷേ ഇപ്പൊ ഇടതുപക്ഷം ഈ വശത്തേക്ക് വരുന്നു. അപ്പൊ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയോ നമ്മൾ ഈ കാര്യം? അങ്ങനെ പറയാൻ പറ്റില്ലെന്നേ, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. UDF ഈ സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാലകളൊന്നും അവർ പറയുന്ന സമയത്ത് അവര് വളരെ ഒട്ടും മര്യാദയില്ലാത്ത വിധത്തിലാണ് നമ്മുടെ പൊതു സർവകലാശാലകളെ കൈകാര്യം ചെയ്തിരുന്നത്. അവ തച്ച് തകർക്കുന്ന പ്രവർത്തനമാണ് UDF ചെയ്തത്. വൈസ് ചാൻസലർമാരൊക്കെ ആയിട്ട് ആ കാലത്ത് നിയോഗിക്കപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ മാത്രം അനുഭവ സമ്പന്നരോ അല്ലെങ്കിൽ അക്കാദമിക മേന്മയുള്ളവരോ ഒന്നും ആയിരുന്നില്ല. പരിശോധിച്ചാൽ അറിയാം. ഒരു DCC പ്രസിഡന്റ് പോലും വൈസ് ചാൻസലർ ആയിരുന്നു ആ കാലത്ത്. മറ്റൊരാൾ കോടതി വിധി കാരണം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നു. എന്നാൽ ഇടതുപക്ഷം നിയോഗിച്ച, ആ കാലഘട്ടത്തിൽ നിയോഗിച്ച, സെർച്ച് കമ്മിറ്റിയൊക്കെയാണല്ലോ നിയോഗിക്കണത്, പക്ഷെ ആ കാലഘട്ടത്തിൽ നിയോഗിച്ചിട്ടുള്ള വൈസ് ചാൻസലർമാരൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ഉള്ള ആൾക്കാരാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞു വന്നത്, UDF ഭരിക്കുന്ന കാലത്ത് കണ്ടമാനം വലിയ അവഗണനയാണ് നമ്മുടെ പൊതുസ്ഥാപനങ്ങളോട് കാണിച്ചത്. പരീക്ഷകളൊന്നും സമയത്തിന് നടത്തിയാൽ റിസൾട്ട് സമയത്തിന് പബ്ലിഷ് ചെയ്യുക ഒന്നും ചെയ്യാറില്ല. വലിയ രീതിയിലുള്ള അവഗണനയാണ് ആ സ്ഥാപനങ്ങളോട് കാണിച്ചിരുന്നത്. അപ്പോൾ ആ നിലയിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് അതിദ്രുതം പോവുകയാണ് ചെയ്തത്. അതായത് ഈ പൊതു സർവകലാശാലകളെയും പൊതു സ്ഥാപനങ്ങളെയും തച്ച് തകർത്ത് ആ ഇടത്തേക്ക് സ്വകാര്യ മൂലധനത്തിനെ ഇഷ്ടം പോലെ നിർബാധം അനുവദിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. പക്ഷേ നമ്മുടെ നിലപാട് അതല്ല. ശക്തമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളോടെ, സാമൂഹ്യ ജാഗ്രതയോടെ മാത്രമേ അത്യന്താപേക്ഷിതമായ മേഖലകളിൽ സ്വകാര്യ മൂലധനത്തെ അനുവദിക്കാനാവൂ എന്നുള്ള നിലപാട് തന്നെ. നമ്മളിങ്ങനെ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന കടുത്ത മാനദണ്ഡങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ബില്ലിൽ പറയുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വകാര്യ മൂലധനം വരും. അതൊക്കെ അംഗീകരിച്ചിട്ട് വന്നാൽ മതി എന്ന് വെച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയത്.